നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കാർഷിക ഉന്നമനത്തിനും ലൈഫ് പദ്ധതിക്ക് ഊന്നൽ നൽകിയും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് 2025-26 വർഷത്തെ ബജറ്റ് 2,65,30,968 രൂപ മിച്ചം പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ പഞ്ചായത്ത് ഹാളിൽ അവതരിപ്പിച്ചത്. ലൈഫ് പദ്ധതിയിൽ ഭവന നിർമ്മാണത്തിനായി 11,88,00,000 രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. 155,82,13,968 രൂപ വരവും 153,16,83,000 രൂപ ചെലവും 2,65,30,968 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ പഞ്ചായത്ത് ഹാളിൽ അവതരിപ്പിച്ചത്. തുടർന്ന് കേരളത്തിൽ അധികാരത്തിൽ ഇരുന്ന എല്ലാ സർക്കാരുകളും പൊതുജനാരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും പൊതുവിതരണ സമ്പ്രദായത്തിലും ക്ഷേമ പ്രവർത്തനങ്ങളിലുമെല്ലാം നല്ല ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സുസ്ഥിര വികസന സൂചികകളിലും മറ്റ് അളവുകളിലുമെല്ലാം കേരളത്തെ വികസിത രാജ്യങ്ങൾക്ക് തുല്യമെന്നോണം ഇന്നും മികച്ചു നിൽക്കുന്നതിലേക്ക് എത്തിയിട്ടുള്ളത്. 62 ലക്ഷം പേർക്ക് പ്രതിമാസം 1,600 രൂപ വീതം ക്ഷേമനിധി പെൻഷൻ നൽകുന്നത് കേരളത്തിലെ വയോജനങ്ങൾക്കും വിധവകൾക്കും ഭിന്നശേഷിക്കാർക്കും നൽകുന്ന ആശ്വാസം ചെറുതല്ല. അതോടൊപ്പം കഴിഞ്ഞ 4 വർഷക്കാലമായി നടപ്പിലാക്കുന്ന ലൈഫ് ഭവന പദ്ധതി 1-2 ഘട്ടങ്ങളിലൂടെ 5 ലക്ഷത്തിലും ഈ ഭവനങ്ങൾ, ഫ്ളാറ്റുകൾ എന്നിവയിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്വന്തമായി അടച്ചുറപ്പുള്ള താമസ സ്ഥലം എന്ന അവരുടെ ജീവിത അഭിലാഷം യാഥാർത്ഥ്യമാക്കിയിട്ടാണ് എന്നതിലും തദ്ദേശ സംസ്ഥാനങ്ങൾ ഇടപെടൽ പങ്കും ഏറെ ശ്രദ്ധേയമാണ്. ഇതിൽ 2,29,55,968 രൂപ പ്രാരംഭ ബാക്കിയും പ്രതീക്ഷിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ വരവിൽ മുഖ്യ ഇനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും ലഭിക്കുന്ന ധനസഹായമാണ്. 136,75,86,000 രൂപയാണ് ഇത്തരത്തിൽ ലഭ്യമാകുക. ജില്ലയിലെ വനാതിർത്തികളിൽ നിന്ന് വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്നത് തടയാൻ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സോളാർ ഹാങ്ങിങ് ഫെൻസ് സ്ഥാപിക്കാൻ ജില്ലാ പഞ്ചായത്ത് വിഹിതമായി 50 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ജില്ലയിലെ നെൽകൃഷി പ്രോത്സാഹിപ്പിക്കാൻ 2,86,00,000 രൂപയും കൈപ്പാട് കൃഷിക്ക് 20 ലക്ഷം രൂപയും വകയിരുത്തി. ട്രാൻസ്ജെൻഡർ ഭവന നിർമ്മാണത്തിന് 3 ലക്ഷം രൂപ, ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് നൽകുന്നതിന് 1,50,00,000 രൂപ, വനിതാ ഫിറ്റ്നസ് സെൻ്ററുകൾക്ക് 30 ലക്ഷം രൂപ, പായം, ചെങ്ങളായി, മയ്യിൽ, പയ്യാവൂർ പഞ്ചായത്തുകളിൽ കളിക്കളം നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ ഗ്രാമപഞ്ചായത്തുകളുടെ വിഹിതം ഉൾപ്പെടെ 4 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിക്ക് 20 ലക്ഷം രൂപയടക്കം ആയുർവേദ ആശുപത്രിക്ക് ആകെ 1,72,00,000 രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ജില്ലാ ഹോമിയോ ആശുപത്രി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിർമ്മാണത്തിന് 1,50,00,000 രൂപയും ഹോമിയോ ആശുപത്രിക്ക് ആകെ 2,03,00,000 രൂപയാണുള്ളത്. ജില്ലയിലെ ആരോഗ്യ മേഖലയ്ക്ക് ആകെ 9,70,00,000 രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. പാടശേഖരങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 70 ലക്ഷം, തരിശുരഹിത ജില്ലാ പദ്ധതിക്ക് 50 ലക്ഷം രൂപ, പോഷക സമൃദ്ധിയിലേക്ക് നയിക്കാൻ 30 ലക്ഷം രൂപയും അനുവദിച്ചു. ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള ഫാമുകൾക്കായി ആകെ 3,37,00,000 രൂപയും വകയിരുത്തി.